ഇങ്ങനെയൊക്കെ ക്രിസ്റ്റോ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നപ്പോഴേ നിങ്ങൾ ഇത് എങ്ങനെ എന്തായിരിക്കും എന്നാ വിചാരിച്ചേ ക്രിസ്റ്റോയ്ക്ക്? അത് അവന് മനഃപൂർവ്വം മടിയാണത്. അത് മുഷ്കാണോ അവന്, അല്ലാതെ ഒരു അസുഖമൊന്നും അല്ല. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ആ വിഷമം. എന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും അവന് എന്തോ ഒരു അസുഖമുണ്ട്. നമസ്കാരം, ഡോക്ടർ അൽഫിനയാണ്. തൈറോയ്ഡ് പ്രശ്നങ്ങൾ ചെറുപ്പക്കാരെ എത്രയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പം വീട്ടുകാർക്ക് ഇവർക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയില്ല. ഇവരുടെ മടി, അല്ലെങ്കിൽ ഇവർക്ക് മറ്റുള്ളവരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു ജോലി കൊടുത്താൽ തന്നെ അവർക്കത് ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നില്ല, പൊട്ടിത്തെറിക്കുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ എപ്പോഴും സുഖമില്ല, ക്ഷീണമാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇതൊക്കെ കാണുമ്പം വീട്ടുകാരെന്താ ചിന്തിക്കുക? പൊതുവേ ഇത് ഇവന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ കൊച്ചിങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ട്, ഇപ്പൊ എന്താണ് പറ്റിയത് എന്ന് അവർക്കൊരു ആകാംക്ഷ ഉള്ളിലുണ്ടെങ്കിലും ഇത് ഇവരുടെ സ്വഭാവ വൈകല്യമായിട്ട് കണക്കാക്കപ്പെടുകയാണ്. പലപ്പോഴും ഇതൊക്കെ കാണിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇതിന് പിറകിലൊരു കാരണം ഉണ്ടെന്നോ അല്ലെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നോ ഡയഗ്നോസ് ചെയ്യപ്പെടാറ് പോലുമില്ല. പ്രത്യേകിച്ചും ഇതുണ്ടാകുന്ന ആൺകുട്ടികളിലാണെങ്കിലോ. നമുക്ക് അങ്ങനെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കേട്ട് നോക്കാം. ക്രിസ്റ്റോ, എന്തൊക്കെയായിരുന്നു ക്രിസ്റ്റോയ്ക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ? എനിക്ക് മറവി ഉണ്ടായിരുന്നു. പിന്നെ എത്ര ഉറങ്ങിയാലും ഉറങ്ങിയതിൻ്റെതായ ഫീൽ ഉണ്ടാവില്ലായിരുന്നു. രാവിലെ വൈകിയൊക്കെ എണീക്കണേ. എത്ര മണിയാവും? ഉച്ചക്കും കഴിയും, ചിലപ്പോ 12 മണിക്കും കഴിയും എണീക്കാനായിട്ട് മാത്രം. പിന്നെ മൂഡ് സ്വിങ്സ്, വീട്ടുകാരോട് മാത്രം നമുക്ക് എപ്പോഴും ദേഷ്യത്തോടെ പെരുമാറാം. എന്താണെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ നമുക്ക് ദേഷ്യമൊക്കെ വരും. മറ്റുള്ളവരായിട്ടൊക്കെ ഇടപെടാൻ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു? കൂട്ടുകാരുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ വിളിച്ചാലും അവളുടെ വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തായാലും ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാകുമ്പോൾ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാനൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഒറ്റയ്ക്ക് എപ്പോഴും വീട്ടിലൊറ്റയ്ക്ക് റൂമിൽ ഇരിക്കാനുള്ള ഒരാഗ്രഹമായിരുന്നു. ആണോ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനൊക്കെ പറ്റുമായിരുന്നോ? ജോലി ഞാൻ ചെയ്യണ്ടായിരുന്നു, പക്ഷെ അതിലെനിക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റണ്ടാവുന്നില്ല. ജോലിക്കും പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പറഞ്ഞില്ല. അപ്പൊ നടക്കാനൊക്കെ പോവായിരുന്നു, നടക്കാൻ പറ്റുമായിരുന്നോ? നടക്കാനും പിന്നെ സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് കിതപ്പ് വരായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നെഞ്ചെടുപ്പും കൂടുതലായിരുന്നു. മേലുവേദനകളൊക്കെ ഉണ്ട്. ശാരീരിക വേദന, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കാരണമാണ് ജോലിയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാതിരുന്നു. പിന്നെ മടിയൊന്നും വരായിരുന്നു. അപ്പൊ ഒന്നും ചെയ്യാൻ താല്പര്യം, ഉത്സാഹമൊന്നും ഇല്ല. വണ്ണം വെക്കുന്നുണ്ടായിരുന്നു? വണ്ണം നല്ലപോലെ വെക്കുന്നുണ്ടായിരുന്നു. എത്ര കിലോ ഉണ്ട് നമ്മുടെ അടുത്ത് വരുമ്പോ? ഇവിടെ വരുമ്പോ 100 കിലോക്ക് മുകളിലുണ്ടായിരുന്നു. 100 കിലോ മേലുണ്ടായിരുന്നു. അമ്മ ഈ പ്രശ്നങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇവ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പ് നല്ല ആക്റ്റീവായിരുന്നു. കളിക്കാനും ചിരിക്കാനും എല്ലാവരുടെ അടുത്ത് പോകാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. 8ാം ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് ഒരു ലാസ്റ്റ് പരീക്ഷയുടെ സമയമായി കഴിഞ്ഞപ്പോൾ ആള് ഇങ്ങനെ ഡൗൺ ആകാൻ തുടങ്ങി. ആരോടും മിണ്ടാതെയായി. കിടക്കിൽ മാത്രമേ ഉള്ളൂ. എപ്പോഴും ഉറങ്ങണം. ഇനി നമ്മളെങ്ങാനും നിർബന്ധിച്ച് എണിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ തുളച്ചാരി കിടക്കും. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. ഞങ്ങൾ ഒത്തിരി ആസ്പത്രികളിൽ കൊണ്ടുപോയി. ലാസ്റ്റ് തലയുടെ സ്കാനിങ് വരെ ഞങ്ങൾ ചെയ്തു, MRI സ്കാൻ വരെ ചെയ്തു. ഇനി തലയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് അറിയാനായിട്ട്. അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് ഒത്തിരി മരുന്നുകളൊക്കെ പലരും പല രീതിയിലും തന്നു. അതൊക്കെ ചെയ്ത് നോക്കിയിട്ടൊന്നും ആൾക്ക് ഒരു മാറ്റം വരുന്നില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് അവര് കണ്ടുപിടിച്ചത് ഒരു പനിയിലൂടെ ഇവര് പിന്നെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാനല്ല ചെയ്ത് കഴിഞ്ഞിട്ട് തൈറോയ്ഡ് അല്പം കുറവുണ്ടായിരുന്നു. ഒരു കുറവുണ്ടെന്നൊന്നും അവർ ഞങ്ങളോട് പറഞ്ഞില്ല, ഒരു അല്പം കുറവുണ്ടെന്ന് പറഞ്ഞു. ആ മരുന്ന് കഴിച്ച് ഇങ്ങനെ 12 വർഷമായിട്ട് കഴിച്ചെങ്കിൽ ആൾക്ക് ആ പഴയ മാറ്റത്തിന് ഒട്ടും മാറ്റമില്ല. 12 വർഷം മരുന്ന് കഴിച്ചു. ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടേയിരുന്നു. വണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. എല്ലാ കാര്യങ്ങളും കൂടിക്കൂടിയോണ്ട് വരുന്നതല്ലാതെ അതിൽ നിന്ന് ഒരു മാറ്റമില്ല. അപ്പൊ എങ്ങനെയാ നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിച്ചേ? അത് ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ നോക്കണുണ്ട്, ഇന്റർനെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ക്രിസ്റ്റോയ്ക്കുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ക്രിസ്റ്റോ തന്നെ ഗവേഷണം നോക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുന്ന സമയത്താണ് ഇങ്ങനെ ഡോക്ടറിന്റെ വീഡിയോസ് കാണുന്നത്. അപ്പൊ അതിലൊരു പെൺകുട്ടി എന്റെ അതേ ഫീലിങ്സ് തന്നെ അവിടെ പറയണ ഞാൻ കണ്ടു ആ വീഡിയോയില്. അത് കണ്ടപ്പോഴാണ് എന്താ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന് മനസ്സിലായത്. അപ്പൊ അത് ഞാൻ നേരെ മാതാപിതാക്കളെ കാണിച്ചു കൊടുത്തു. അപ്പൊ അവർ രണ്ടുപേരും ഇരുന്ന് കുറച്ചു നേരം അത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അവർക്ക് കാര്യം പിടികിട്ടി എന്താ കാര്യം എന്നുള്ളത്. അപ്പൊ ഈ ഇങ്ങനെയൊക്കെ ക്രിസ്റ്റോ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നപ്പോഴേ നിങ്ങൾ ഇത് എന്തായിരിക്കും എന്നാ വിചാരിച്ചേ ക്രിസ്റ്റോയ്ക്ക്? ശരിക്കും ഇതിനൊരു പുറകിലൊരു കാരണം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് കാണുമ്പോൾ എന്തോ പ്രശ്നമുണ്ട് എന്നല്ലാതെ എന്താന്ന് എനിക്കറിയില്ല. എന്നാൽ മൂത്ത മകൻ പറയാം അവൻ
നീന്താൻ പോയപ്പോ അവിടെ പേടി പറ്റിയതാണ്. എല്ലാരും ആകെ വിഷമമായിരുന്നു. ഇവന്റെ ഈ ഡൗണായിട്ട് ഇങ്ങനെ കിടക്കണുമ്പോ എല്ലാവർക്കും പ്രശ്നമായിരുന്നു. അവൻ എല്ലാ കൂട്ടുകാരോടും ചോദിക്കും, അവൻ വെള്ളത്തിൽ ഇങ്ങനെ നീന്താൻ വന്നപ്പോ എന്തെങ്കിലും പറ്റിയോ, താണു പോയോ, എന്തെങ്കിലും പേടിച്ചോ. അവനാകെ പരക്കം പാഞ്ഞ് നടക്കാണ്. ആശുപത്രി ചെന്നാലും ഒന്നിനും പരിഹാരമില്ല. എന്താ അസുഖം എന്ന് അറിയില്ല. അവർ പല അസുഖത്തിനുള്ള മരുന്നുകൾ കൊടുക്കും. അങ്ങനെ തൈറോയിഡാണ് ലാസ്റ്റാണ് ചെക്ക് ചെയ്തെങ്കിലും ആ മരുന്ന് അവർ കൊടുത്ത് ഒരു ഗുളിക എല്ലാ ദിവസവും കഴിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അത് കഴിച്ചാലും ഒരു കുറവില്ല. അവർക്ക് പിന്നെ മറവി കടയിലൊക്കെ പറഞ്ഞോട്ടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇരുന്നോട്ട് ഫോൺ വെച്ച് ചോദിക്കുക എന്തെന്ന് മേടിക്കണ്ടേ. അങ്ങനെ പല ഇതും കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞു അത് അവന് മനഃപൂർവ്വം മടിയാണത്, അത് മുഷ്കാണ് അവന്, അല്ലാതെ ഒരു അസുഖമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുമ്പോ ഞങ്ങൾക്ക് ആ വിഷമം. എന്റെ മനസ്സിൽ എപ്പോഴും അവന് എന്തോ ഒരു അസുഖമുണ്ട്, അത് കാണപ്പെടാണ്ട് കിടക്കാണ്, എന്തോ പ്രശ്നം ഉണ്ടാവില്ലെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ് എന്താണ് ഇതിന് കാരണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ തൈറോയിഡ് എന്തെങ്കിലും സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന് വീക്കാണെന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് കുറവുണ്ട് തൈറോയിഡ് തന്നെ. അപ്പൊ അതിനൊരു ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലാണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ വന്ന ടെസ്റ്റ് ഒക്കെ ചെയ്തു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ തൈറോയിഡ് മാത്രമാണോ, അതിന്റെ കൂടെ പല സാധനങ്ങളും കണ്ടുപിടിച്ചു അല്ലെ? ഫാറ്റി ലിവറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അലർജിയുടെ ബുദ്ധിമുട്ട്, IgE ഒക്കെ നല്ല കൂടുതലായിരുന്നു അല്ലെ? അപ്പൊ ഇതിനുള്ള കാരണം, അപ്പൊ എന്തുകൊണ്ടാണ് ഈ മടി പിടിച്ചിരുന്നതും മറ്റുള്ളവരോട് ഇടപെടാതെ പറ്റാതെ വരികയും അല്ലെ? അപ്പൊ നമ്മൾ ഇതൊന്നും ക്രിസ്റ്റോയുടെ സ്വഭാവം അങ്ങനെയല്ലായിരുന്നു. ശരിക്കും അതിന് പുറകിലൊരു കാരണം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനെ ചികിത്സിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? വണ്ണം കുറഞ്ഞു അല്ലെ? എത്ര കിലോ വെയിറ്റ് കുറഞ്ഞു? 15 കിലോന് മുകളിൽ കുറഞ്ഞു. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ? ഇപ്പോഴും മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണോ? ഇപ്പൊ എല്ലാം ക്രമമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പഴയ പോലെ കിടന്നുറങ്ങുന്നുണ്ടോ? ഇല്ല. രാവിലെ എണീക്കാൻ പറ്റുന്നുണ്ട്. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. സമയത്തിന് കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഓർമ്മക്കുറവും ആ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റായികയൊക്കെയോ? എല്ലാത്തിനും വ്യത്യാസമുണ്ട്. മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, അതിലും മാറ്റം വന്നിട്ടുണ്ട്. മറ്റേത് നമുക്ക് അങ്ങനെ അവരോട് ചെന്ന് മിണ്ടാനോ അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പൊ അത് നേരെ തിരിച്ചായി. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുടെ അടുത്തും ചെല്ലാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ആൾക്കാർ ആ ഒരു വ്യത്യാസം നോട്ട് ചെയ്ത് തുടങ്ങി അല്ലെ? അപ്പൊ ഇതുകൊണ്ടായിരുന്നു ഇത്രയും വർഷങ്ങൾ അല്ലെ, 12 വർഷം ശരിക്കും പറഞ്ഞാൽ വെറുതെ പോയി, നമ്മളൊന്നും എത്തിപ്പെട്ടില്ല. സാരമില്ല, ഇപ്പൊ ഇത് മാറിയല്ലോ. അപ്പൊ ആ ഒരു ക്രിസ്റ്റോയ്ക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഈ ക്രിസ്റ്റോ ഒരു ഒറ്റപ്പെട്ട കേസല്ല. ഇതുപോലെ ഒരുപാട് കുട്ടികൾ, ചെറുപ്പക്കാര് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഓരോ മാതാപിതാക്കളും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക്, അത് ചെറിയ പ്രായമാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പൊ ക്രിസ്റ്റോയെ പോലെയുള്ള അനുഭവമാണോ നിങ്ങളുടെ മക്കൾക്കും ഉള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരുടെ തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്യാൻ വൈകിപ്പിക്കരുത്. തൈറോയിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ ഹോർമോൺ ചെക്ക് ചെയ്തത് കൊണ്ട് മാത്രം ആവുന്നില്ല. ഇവിടെ ക്രിസ്റ്റോയെ സംബന്ധിച്ച് 12 കൊല്ലം മുമ്പേ ചെറിയൊരു ഹൈപ്പോ തൈറോയിഡിസത്തിന് പ്രശ്നം ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. ഗുളിക കഴിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എന്നിട്ടും ഈ ഒരു പ്രശ്നങ്ങൾക്കൊരു മാറ്റം ഉണ്ടായോ? അതുകൊണ്ട് യഥാർത്ഥ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് തൈറോയിഡ് ഫംഗ്ഷൻ കുറഞ്ഞു പോകുന്നത്, അതിനുള്ള ശരിയായ ടെസ്റ്റുകൾ ചെയ്യുക. ഇപ്പൊ വേറെ ഡോക്ടർ പറഞ്ഞു തരണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇതിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ, സ്കാനിങ്ങും ഒക്കെ ചെയ്യാം. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. കാരണം ഈ കുട്ടികൾ തന്നെ ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് ഓൾറെഡി ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ വീണ്ടും ഡൗൺ ആവും. നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ ചിലപ്പോൾ തോന്നിയേക്കും, കാരണം നിങ്ങൾ പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, അവർ പല സ്കാനിങ്ങുകളും ടെസ്റ്റുകളും ഒക്കെ ചെയ്യുന്നു, പക്ഷെ അവർ പറയുന്നു അവർ കുഴപ്പമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇവ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, മടിയെ പിടിച്ച് ചെയ്യുന്നതാണ്, ചെയ്യാതിരിക്കുന്നതാണ് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ കുറ്റപ്പെടുത്താൻ തോന്നും. അപ്പം അങ്ങനെ കുറ്റപ്പെടുത്തിയാൽ കൂടുതൽ വഷളാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടില്ല. ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തർക്കും അവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിനൊക്കെയുള്ള കാരണം കണ്ടെത്താനോ അതിനുള്ള ശരിയായ ചികിത്സ ലഭിക്കാനോ ആ ഒരു കാര്യം നടക്കാറില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ബുദ്ധിമുട്ടുകളിലൂടെ തന്നെ പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് ഓരോ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് അവരുടെ കുട്ടികൾക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള, അത് അവരുടെ അവകാശമാണ് ആരോഗ്യത്തോടെ ജീവിക്കുക. അപ്പൊ അവരുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക, അതിനുള്ള യഥാർത്ഥ ചികിത്സ കൊടുക്കുക. ഇപ്പൊ ക്രിസ്റ്റോയെ സംബന്ധിച്ച് 12 വർഷം ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആയിപ്പോയി അല്ലെ? ഇപ്പൊ ഏതാനും മാസം കൊണ്ടാണ് ക്രിസ്റ്റോയുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി പുതിയൊരു ക്രിസ്റ്റോ ആയിട്ട് മാറാനും അവരുടെ ആ കുടുംബത്തിൽ തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടാവാനും സാധിച്ചത്. കാരണം അവരുടെ പേരൻസും അവരുടെ ബ്രദേഴ്സും ഒക്കെ
എല്ലാവർക്കും ഒരു പറഞ്ഞില്ലേ, ഇവര് MRI സ്കാനിങ്ങും മറ്റു പല ഡോക്ടേഴ്സിന്റെ അടുത്തും എല്ലാം പോയി സ്കാനിങ്ങുകളൊക്കെ ചെയ്തിട്ടും ഇവിടെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ക്രിസ്റ്റോയെ ഒറ്റപ്പെടുത്തുന്നു. അവൻ അങ്ങനെ ആയിപ്പോയി, അതിന്റെ സ്വഭാവമാണ്, അവന് ഒരു പ്രശ്നങ്ങളും ഇല്ല, അസുഖങ്ങളും ഒന്നുമില്ല, ആ ഒരു തലത്തിലേക്കായി കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി നമ്മുടെ ചാനലിൽ മറ്റു വീഡിയോസ് ഇതേപോലെ സമാനമായ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ ചെറുപ്പക്കാരുടെ ധാരാളം വീഡിയോസ് ഉണ്ട്. അങ്ങനെ ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ക്രിസ്റ്റോ നമ്മുടെ അടുത്ത് വന്നത്. അതുകൊണ്ട് ക്രിസ്റ്റോയ്ക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായി. അപ്പൊ നിങ്ങളുടെ മക്കളെ സഹായിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പൊ ഇതുപോലെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.